തന്നെ ആരും സഹായിക്കില്ല എന്നറിഞ്ഞ ജയ്ക്ക് തനിയെ കാട്ടിലേക്ക് വടന്മാരെ കൂട്ടി പോകുന്നു. അതറിഞ്ഞ വില്ല് അഞ്ജലിക്കയോട് ചൂടായി വില്ലും തിരികെ അവന്റെ പുറകെ പോകുന്നു. രണ്ടുപേരും പോയതറിഞ്ഞ ഏഞ്ചലിക്ക കൂടെ പോകാൻ ഒരുങ്ങുമ്പോൾ പടത്തലവൻ അവളെ തടഞ്ഞു വെക്കുന്നു. എന്നിട്ട് പറയുന്നു, അവർ രണ്ടുപേരും പോയി തിരിച്ചു വന്നില്ലെങ്കിൽ രാജാവിൻ്റെ അടുത്ത് ഇതെല്ലാം പറയാൻ എനിക്കൊരു സാക്ഷി വേണം, ആ സാക്ഷിയായി തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഏഞ്ചലിക്കയെ പടത്തലവൻ തടഞ്ഞു വെക്കുന്നു. വില്ല് ജയ്ക്കിനെ തേടി കാട്ടിലേക്ക് പോകുന്നു. അവിടെ രാജകുമാരിയുടെ കൊട്ടാരത്തിലേക്ക് കയറാനുള്ള 18 അടവും പയറ്റുന്ന ജാക്കിനെയാണ് വില്ല് കാണുന്നത്. അവിടെ നിന്ന് ഒരുപാട് ജയ്ക്കിനെ ഉപദേശിക്കുന്നു. അവസാനം അവന് മനസ്സിലാകുന്നു, ഇവനൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കാതെ അവൻ ഒതുങ്ങിയിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ വില്ല് അവൻ്റെ കൂടെ സഹായിക്കാൻ കൂടുന്നു. അന്നേരം അവർ രണ്ടുപേരും ആ കോട്ടയുടെ മുകളിലേക്ക് ഒരു കയറിട്ട് അതിൽ വലിഞ്ഞു കയറുന്നു. അങ്ങനെ ജയ്ക്ക് ആ വലിയ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള മേൽക്കൂരയിൽ കയറുന്നു. അവിടെ നിന്ന് ചുറ്റും നോക്കുമ്പോഴാണ് ജയ്ക്കിനൊരു കാര്യം മനസ്സിലാവുന്നത്. ആ കൊട്ടാരത്തിൻ്റെ ചുറ്റും 12 ശവപ്പെട്ടികൾ കുഴിച്ചിട്ടിരിക്കുന്നു. അത് കണ്ട് അവൻ അന്തം വിടുന്നു. ഈ ശവപ്പെട്ടികളെല്ലാം ഒരു ക്ലോക്കിൻ്റെ രൂപത്തിലായി വൃത്താകൃതിയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അതിൽ ക്ലോക്കിലെ നമ്പേഴ്സിനനുസരിച്ചുള്ള ക്രമത്തിലാണ് ശവപ്പെട്ടികൾ കുഴിച്ചിട്ടിരിക്കുന്നത്. അവൻ എണ്ണി നോക്കുമ്പോൾ 11 ശവപ്പെട്ടികളാണ് അവൻ കാണുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി കൂടി മിസ്സാവാൻ ചാൻസ് ഉണ്ടെന്ന് അവന് മനസ്സിലാവുന്നു. ഇതെല്ലാം വില്ലിനോട് താഴത്തേക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. അതിനുശേഷം ജയ്ക്ക് പതിയെ കയറിൽ തൂങ്ങി ആ കോട്ടയുടെ ഉള്ളിലേക്ക് തൂങ്ങിയിറങ്ങുന്നു. ജയ്ക്ക് വിചാരിച്ച പോലെ തന്നെ ആ രാജകുമാരിയുടെ ശരീരം ചുക്കിച്ചുളഞ്ഞ ബെഡിൽ കിടപ്പുണ്ടാവും. അവൻ പതിയെ ആ രാജകുമാരിയുടെ അടുത്തേക്ക് പോകും. അവൻ രാജകുമാരിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കാക്ക വന്ന് ആ രാജകുമാരിയുടെ വായിലേക്ക് എന്തോ ഇട്ട് കൊടുക്കുന്നു. അന്നേരം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വലിയൊരു കണ്ണാടി കാണുന്നു. ആ കണ്ണാടിയുടെ മുന്നിൽ പോയി അവൻ നിന്ന് നോക്കുമ്പോൾ പഴയ രാജകുമാരിയുടെ രൂപം അവന് പുറകിലായി നിൽക്കുന്നതായി അവൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അതിസുന്ദരിയായ രാജകുമാരി അവനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. അന്നേരം ഗ്രാമത്തിൽ തട്ടിക്കൊണ്ടുപോകുമോ എന്ന് ഭയന്ന് ആൺരൂപം കെട്ടി നടക്കുന്ന ആ ചെറിയ പയ്യൻ ഒരു ബക്കറ്റും കയറുമായി കിണറ്റിലേക്ക് വരുന്നു. അവൻ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കുമ്പോൾ അവനൊരു ചത്ത കാക്കയെ കിട്ടുന്നു. പെട്ടെന്ന് കാക്കക്ക് ജീവൻ വന്ന് അത് ചിറകടിച്ച് ആ ചെളി അവൻ്റെ മുഖത്തേക്കാക്കുന്നു. മുഖത്തായ ആ ചെളി അവൻ തുടച്ചു മാറ്റുമ്പോൾ അവൻ്റെ കണ്ണും മൂക്കും വായെല്ലാം അടഞ്ഞു പോകുന്നു. ആ സമയത്ത് മൺരൂപത്തിലുള്ള ഒരു ഭീകരജീവി വന്ന് അവനെ പിടിക്കാൻ ഓടി വരുന്നു. അന്നേരം അവൻ്റെ അമ്മ വരികയും അതിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പൂർവാധികം ശക്തിയോടെ അത് വീണ്ടും പുനർജനിക്കുന്നു. ശേഷം അവനെ പിടിച്ച് അതിൻ്റെ വയറ്റിനുള്ളിലേക്കാക്കി ഓടിപ്പോയി കിണറ്റിലേക്ക് ചാടുന്നു. അന്നേരം കാട്ടിൽ ഏഞ്ചലിക്ക കണ്ട ആ ചെന്നായ മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. ശേഷം ഇവിടെ നിന്ന് കാണാതായ ചെളി വിഴുങ്ങിയ കുട്ടിയെ കുളത്തിൽ നിന്ന് എടുത്ത ശേഷം ആ ചെന്നായുടെ രൂപമുള്ള മനുഷ്യൻ പതിയെ കൊണ്ടുപോയി ഒരു കല്ലറയിൽ അടക്കം ചെയ്യുന്നു. ആ ചെന്നായുടെ രൂപമുള്ള മനുഷ്യൻ പോയതിനു ശേഷം വില്ല് പതിയെ ആ ശവപ്പെട്ടി തുറക്കുകയും ആ പെൺകുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുന്ന നേരം ആ രൂപം വന്ന് അവനെ ആക്രമിക്കുന്നു. വാളെടുത്തെറിയുകയും അവനെ കൊല്ലാൻ നോക്കുകയും ചെയ്യുന്നു. അന്നേരം ഓടി രക്ഷപ്പെടുന്നു. ഇടിച്ചിവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ജയ്ക്കിനെ അറിയിക്കാൻ വേണ്ടി അവൻ ഉച്ചത്തിൽ അവനെ വിളിക്കുകയും അവൻ കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു കല്ലെടുത്ത് മെല്ലെ കോട്ടയിലേക്ക് എറിയുന്നു. ആ കല്ല് ചെന്ന് വീഴുന്നതോ ഈ വലിയ കണ്ണാടിയിലായിരിക്കും. ആ വലിയ കണ്ണാടിയിൽ കല്ല് കൊണ്ട ഉടനെ ജാക്ക് അവിടുന്ന് ആ മാന്ത്രിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടുകയും രാജകുമാരി ഉറക്കെ കരയുകയും ചെയ്യുന്നു. ഇങ്ങനെ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നതെന്ന് ചുറ്റും നോക്കുന്ന ജയ്ക്ക് ആ രാജകുമാരിയുടെ വലിയ മുടി കാണുന്നു. ആ മുടിയിൽ പിടിച്ച് കോട്ടയിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ മഴയുള്ള ചെന്നായുടെ രൂപമുള്ള ആളുടെ മുകളിലേക്ക് വന്ന് വീഴുന്നു. അന്നേരം തന്നെ അദ്ദേഹം ബോധം കെട്ട് വീഴുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കോടാലിയും എടുത്ത് വില്ലും ജയ്ക്കും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. അവർ രക്ഷപ്പെടുമ്പോൾ ആ കാണാതായ പെൺകുട്ടിയെ എടുത്താണ് അവർ രക്ഷപ്പെടുന്നു. അവർ ആ പെൺകുട്ടിയെ എടുത്ത് ആ ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു. ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയ സന്തോഷത്തെ എല്ലാവരും ആഘോഷിക്കുമ്പോൾ അവിടെയുള്ള മന്ത്രവാദി ലുക്കുള്ള സ്ത്രീ ഉറക്കെ വിളിച്ചു പറയുന്നു, ഇനി ഇവിടെ നടക്കാൻ പോകുന്ന ആപത്തിനെ നമുക്കാർക്കും തടയാനാകില്ല എന്ന് പറയുന്നു. ശേഷം ആ തള്ള പറയുന്നു, ചന്ദ്രൻ ചുവപ്പിക്കുന്ന ദിവസം ആ രാജകുമാരി ഉയർത്തെഴുന്നേൽക്കുകയും മിതമായി വന്ന് നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവരെയും കൊല്ലുകയും ചെയ്യുമെന്ന് പറയുന്നു. നിന്ന് ജാക്കിന് ഒരു കാര്യം മനസ്സിലാവുന്നു. ചന്ദ്രൻ ചുമപ്പ് കളറാവുന്നത് ചന്ദ്രഗ്രഹണ ദിവസങ്ങളിലാണ്. 500 വർഷത്തിൽ മാത്രം സംഭവിക്കുന്ന ഈ ദിവസത്തിന് വേണ്ടിയാണ് ആ രാജകുമാരിയുടെ പ്രേതം കാത്തിരിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചന്ദ്രഗ്രഹണ ദിവസമായിരിക്കും അന്ന് ഈ 12 പെൺകുട്ടികൾ ബലി കൊടുത്ത് സ്വന്തമായി സൗന്ദര്യമുള്ള സ്ത്രീയായി മാറാനാണ് രാജകുമാരി നോക്കുന്നത് എന്ന് അവന് മനസ്സിലാവുന്നു. 12ാമത്തെ പെൺകുട്ടിയെ നമ്മൾ രക്ഷപ്പെടുത്തിയല്ലോ, അപ്പോൾ അവൾ വീണ്ടും വരും ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനായി. അതുകൊണ്ട് എല്ലാവരും ഇവിടെയുള്ള പെൺകുട്ടികളെ മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറ്റണമെന്ന് ജാക്ക് എല്ലാവരോടുമായി പറയുന്നു. അവരതനുസരിച്ച് എല്ലാ പെൺകുട്ടികളെയും അടുത്ത ഗ്രാമത്തിലേക്ക് പറഞ്ഞു വിടുന്നു. അന്നേരം അവിടേക്ക് രാജാവും പടനായകനും അവരുടെ സൈന്യവും എത്തുകയാണ്. രാജാവ് പറഞ്ഞ ദിവസമായിരിക്കും അന്ന് തെളിവുകളുമായി രാജാവിന് മുന്നിലെത്താമെന്ന് പറഞ്ഞ അവർക്ക് ഒന്നും തെളിയിക്കാൻ കഴിയാതെ വരുന്നു. അന്നേരം രാജാവ് അവരെയും കൂട്ടി ആ കാട് കത്തിക്കാനുള്ള സൈന്യവുമായാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവരെ പിടിച്ച് തല്ലിച്ചതച്ച് അവരെ ആ കാട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നു. ശേഷം രാജാവും സൈന്യവും ആ കാട് കത്തിക്കുന്നു. അതേസമയം ഏഞ്ചലിക്ക് അവിടെ വരികയും അവരാരും കാണാതെ അവർ രണ്ടുപേരുടെ കെട്ടഴിച്ച് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു.
അങ്ങനെ അവർ കാട് കയറുന്നേരം ആ ചെന്നായി വീണ്ടും ഏഞ്ചലിക്കയുടെ മുന്നിൽ വരികയാണ്. ശേഷം അത് രൂപം പ്രാപിക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നു അത് അവളുടെ അച്ഛനാണ്. ആ അച്ഛനെയും ഈ രാജകുമാരി വശീകരിച്ച് മാന്ത്രിക വലയത്തിൽ പെടുത്തിയിരിക്കുകയാണ്. ശേഷം ഏഞ്ചലിക്കയെ ബോധം കെടുത്തി സ്വന്തം അച്ഛൻ തന്നെ ഒരു കുഴിമാടത്തിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം രാജകുമാരിയുടെ പ്രേതം ഉയർത്തെഴുന്നേക്കുന്നു. ആ കാട്ടിൽ പടർന്നു പിടിച്ചിരിക്കുന്ന തീ അവർ ഊതിക്കെടുത്തുന്നു. കാറ്റിൻ്റെ ശക്തിയിൽ അവിടെയുള്ള രാജാവും സൈന്യവും അവിടെയുള്ള നാട്ടുകാരും പേടിച്ച് ഭയന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. തന്നെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുന്ന സൈന്യത്തെ രാജാവ് വെടിവെച്ച് കൊല്ലുന്നു. അന്നേരം ആ കൊട്ടാരത്തിൽ 12 പെൺകുട്ടികളുടെ ബ്ലഡ് കിട്ടിയ രാജകുമാരി ആ ചെന്നായി രൂപമുള്ള മനുഷ്യനോട് ആ മാന്ത്രിക പുസ്തകത്തിലുള്ള വരികൾ വായിക്കാൻ പറയുന്നു. അവരങ്ങനെ ആ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ 12 പെൺകുട്ടികൾ മരിക്കുമെന്നും 12 പെൺകുട്ടികളുടെ സൗന്ദര്യം ഈ രാജകുമാരിക്ക് കിട്ടുമെന്ന് ജാക്ക് മനസ്സിലാക്കുന്നു. ഇക്കെ എഴുന്നേറ്റ് വില്ലിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന നേരം രാജാവും പടത്തലവനും അവിടെ എത്തി അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. രാജാവിൻ്റെ മുന്നിൽ വെച്ച് പടത്തലവന് ജാക്കിനെയും വില്ലിനെയും കൊല്ലാനാകാതെ വരികയും അന്നേരം തന്നെ തോക്കെടുത്ത് പടത്തലവനെ രാജാവ് വെടിവെച്ച് കൊല്ലുകയാണ്. ആ സമയം തന്നെ രാജാവിനെ ജയ്ക്കും വില്ലും ചേർന്ന് കൊലപ്പെടുത്തുന്നു. അങ്ങനെ അവർ സമയം പാഴാക്കാനില്ല എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ കൊട്ടാരത്തിനുള്ളിലേക്കുള്ള വഴി അന്വേഷിക്കുന്നു. കോട്ടയുടെ മുകളിലെത്തിയവരെ ആ രാജകുമാരി അവരുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് കൊല്ലാനായി ശ്രമിക്കുന്നു. അന്നേരം തന്നെ ആ രാജകുമാരിക്ക് അവരുടെ സൗന്ദര്യം തിരിച്ചു കിട്ടുന്നു. അവരുടെ 75% എല്ലാ ക്രിയകളും കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവർ പതിയെ അവരുടെ പഴയ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ശേഷം അവർ അവരുടെ പവർ ഉപയോഗിച്ച് വില്ലിനെയും ജേക്കിനെയും തമ്മിൽ തല്ലിക്കുകയും വില്ല് മരണപ്പെടുകയും ചെയ്യുന്നു. മരിച്ച വില്ലിനെ തൻ്റെ പവർ ഉപയോഗിച്ച് തൻ്റെ അടിമയാക്കി മാറ്റുകയാണ് രാജകുമാരി. പുതിയ അടിമയെ കിട്ടിയ രാജകുമാരി പഴയ അടിമയായ ഏഞ്ചലിക്കയുടെ അച്ഛൻ്റെ എല്ലാ പവറുകളും എടുത്ത് വില്ലിന് നൽകുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഒരാളുടെ അടിമയായത് സഹിക്കവയ്യാതെ ജയക്ക് എഴുന്നേറ്റ് ആ കോടാലി എടുത്ത് ആ കണ്ണാടി തല്ലി തകർക്കുന്നു. കണ്ണാടി പൊട്ടിയതും രാജകുമാരിയുടെ മുഖവും കണ്ണാടി പോലെ ക്രാക്കായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു. കണ്ണാടി പൊട്ടിയത് കാരണം ആ രാജകുമാരിയുടെ പവറെല്ലാം നഷ്ടപ്പെടുന്നു. അന്നേരം മാന്ത്രിക വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏഞ്ചലിക്കയുടെ അച്ഛന് ബോധം വരികയും എൻ്റെ മക്കളെ കൊന്ന ആ രാജകുമാരിയാണെന്ന് അവർക്ക് ഓർമ്മ വരികയും ചെയ്യുന്നു. അന്നേരം തന്നെ അവർ കണ്ണാടിയുടെ വലിയ പീസ് എടുത്ത് ആ കൊട്ടാരത്തിലേക്ക് താഴെ ചാടുന്നു. വില്ലും കൂടെ ചാടുന്നു. അങ്ങനെ അവർ താഴെ ചാടി ആ കണ്ണാടി പൂർണ്ണമായി നശിക്കുന്നു. അന്നേരം രാജകുമാരിയും അവരുടെ പവർ നഷ്ടപ്പെട്ട് പൂർണ്ണമായും ഇല്ലാതാകുന്നു. രാജകുമാരി ഇല്ലാതായതോടുകൂടി ആ കോട്ടയും നശിക്കുന്നു. അങ്ങനെ ആ കോട്ടയ്ക്ക് വെളിയിലേക്ക് എത്തുന്നു. അന്നേരം നോക്കുമ്പോൾ രാജാവിൻ്റെ പടത്തലവൻ മരിച്ചിട്ടില്ലായിരിക്കും. അദ്ദേഹം ജയിക്കിനെയും കൂട്ടി വില്ലിനെ തിരഞ്ഞു നോക്കുമ്പോൾ വില്ലിന് ബോധമുണ്ടാവില്ല. അവരാ 12 പെൺകുട്ടികൾ കിടക്കുന്ന കല്ലറയിൽ നോക്കുമ്പോൾ അവർക്കും ബോധമുണ്ടാവില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടത്തലവൻ പറയുന്നു, എല്ലാ ഫാൻറ്റസി കഥകളിലും ഇതിനുള്ള മറുപടി ഉണ്ടാവും. ശേഷം പടത്തലവൻ തുടരുന്നു, സ്നേഹത്തോടെ തനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് ചുംബനം നൽകുമ്പോൾ നൽകാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുമെന്ന് പറയുന്നു. അത് കേട്ട് ജയ്ക്ക് ഏഞ്ചലിക്കയെ ചുംബിക്കുന്നു. ഉടൻ തന്നെ ഏഞ്ചലിക്ക ഉയർത്തെഴുന്നേൽക്കുന്നു. അന്നേരം അവരുടെ കൂട്ടത്തിലുള്ള ആ 12 പെൺകുട്ടികളും എഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ 12 പെൺകുട്ടികളെയും കൂട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് എത്തുകയും അവിടെയുള്ള അവരുടെ പാരൻസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതോടുകൂടെ ഈ സിനിമയുടെ അവസാനം നഷ്ടത്തോടുകൂടി ഈ ചിത്രം അവസാനിച്ചു എന്ന് കരുതുമ്പോൾ അവിടെ നിന്നൊരു കാക്ക ഒരു കണ്ണാടിയുടെ പീസ് എടുത്ത് പറന്നു പോകുമ്പോൾ ആ രാജകുമാരിയുടെ കണ്ണ് കാണിച്ചുകൊണ്ട് രാജകുമാരി മരണപ്പെട്ടിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ എൻഡിങ്.